പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തങ്ങളുടെ പങ്കാളിയോടൊത്ത് ലൈംഗിക ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് അവയവം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുക അല്ലെങ്കിൽ പണി മുടക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥ പലപ്പോഴും പുരുഷന്മാർ നേരിടേണ്ടി വരുന്നത് എന്നും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ കാണുന്നവരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഹൈപ്പ് ചെയ്ത് കാണുവാനൊക്കെ ആയിട്ട് ദയവായിട്ട് ശ്രമിക്കുക. സാധാരണഗതിയിൽ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും നേരിടുന്നത് നവദമ്പതികളാണ്. അതായത് വിവാഹമൊക്കെ കഴിഞ്ഞ ആദ്യ രാത്രിയിലും അതിനോടനുബന്ധിച്ചുള്ള സമയങ്ങളിലും ധാരാളം വ്യക്തികൾ നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലപ്പോഴും കൂട്ടുകാരിൽ നിന്നും മറ്റു പലരിൽ നിന്നും കേട്ടിട്ടുള്ള ഉപദേശം. അതായത് ആദ്യ രാത്രിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യണം, അങ്ങനെ പുരുഷത്വം തെളിയിക്കണം, ഇല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനോടൊരു ബഹുമാനം ഉണ്ടാകുകയില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ മിക്ക ആളുകളും കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തനിക്ക് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഭാര്യ തന്നെക്കുറിച്ച് ഒരു കഴിവ് കെട്ടവനാണെന്ന് ചിന്തിക്കുമോ, ഇത്തരത്തിലുള്ള അകാരണമായ ഭീതി, ടെൻഷന്, ഇത്തരത്തിലുള്ള ഒരു ചിന്ത കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഭയം, ഇതാണ് പലപ്പോഴും പുരുഷന്മാർക്ക് ഇത്തരം ഒരു പ്രശ്നം നേരിടുന്നതിന് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സമാനമായ രീതിയിൽ തങ്ങളുടെ അവയവത്തിൻ്റെ വലിപ്പം, നീളം, ഇതിൻ്റെ നിറം, ഇനി തുടകൾക്ക് കറുപ്പ് നിറം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് തന്നെ ഒരു മോശക്കാരനായിട്ട് പങ്കാളി കണക്കാക്കുമോ, അതുപോലെ തൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം, അല്ലെങ്കിൽ ആരുമായിട്ട് ഇതിനു മുന്നേ ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടൊരു ബന്ധത്തിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ ഇത്തരത്തിലുള്ള ചിന്തകളും ഭയവും ഒക്കെയാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഒരു തരത്തിലുള്ള അപകർഷതാ ബോധമുണ്ടാവും. കൂട്ടുകാരുടെയൊക്കെ അവരുടെ ശരീരമൊക്കെ വർണ്ണിക്കുന്നത് കേട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ, ഇത് പോരായിയാണോ, ഇങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിച്ചുണ്ടാകുന്ന അപകർഷതാ ബോധം. ഈ ഒരു കാര്യവും പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തയ്ക്ക് ഇല്ലെങ്കിൽ ബന്ധം പുരോഗമിക്കുന്നതിനിടയിൽ പണിമുടക്ക് സംഭവിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട്. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് കോണ്ടമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഊരിപ്പോവുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി രണ്ടുപേരുടെ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചാൽ പോലും അതിനൊരു തമാശയായിട്ട് കാണുവാനോ അല്ലെങ്കിൽ ഭാര്യയെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ ഉപയോഗിക്കാനൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ അകാരണമായ ഭീതി അല്ലെങ്കിൽ ടെൻഷനൊക്കെ അങ്ങ് മാറി അതൊരു ഫണ്ണി മോമെൻ്റ് ആക്കാൻ കഴിയും. അത് ഒരു രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു സഹകരണമാണ്. അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെയൊക്കെ ആദ്യകാലങ്ങളിൽ നിങ്ങൾക്കറിയാം, മിക്കവാറും സ്ത്രീകൾക്ക് അവരുടെ രഹസ്യഭാഗങ്ങളൊക്കെ അമിതമായ വേദനയെ, ബുദ്ധിമുട്ട്, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, ബ്ലീഡിങ്, വേദന, ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഈ സമാനമായ അവസ്ഥ പുരുഷന്മാർ നേരിടാറുണ്ട്. അടുത്തതായിട്ടുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രി മിക്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ വീട്ടിലായിരിക്കും, ഇല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഹണിമൂണിന് പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ അറ്റ്മോസ്ഫിയർ പകലൊക്കെ എൻജോയ് ചെയ്ത് നടന്നു, രാത്രി വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ നിങ്ങൾ മടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പുതിയ സ്ഥലം, അപ്പോൾ പരിചയമല്ലാത്ത ഒരു സ്ഥലം, അതിൻ്റെ ശബ്ദങ്ങൾ, ഇല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ പരിചയമില്ലാത്ത ഒരു വീട്ടിൽ ചോദിച്ചാവോ ഇങ്ങനെയൊക്കെ, ഇല്ലെങ്കിൽ ആ വീട്ടുകാർ അന്നത്തെ സംസാരം, ഇല്ലെങ്കിൽ അന്ന് ഇടപെട്ട കാര്യങ്ങൾ, താൻ ആ വീട്ടിൽ വന്നിട്ട് പെരുമാറിയത്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച സമയത്ത് എന്തെങ്കിലും തമാശ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, തൻ്റെ പെരുമാറ്റം ശരിയാണോ, അവർക്ക് ഇഷ്ടപ്പെടാതെ വല്ലതും വന്നിട്ടുണ്ടോ, ഇനി ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒച്ച സംഭവിക്കുമോ,
ചിലരുടെ പേടി കട്ടിൽ അനങ്ങുമോ, അതിൻ്റെ സൗണ്ട് കേൾക്കുമോ, ഇതൊക്കെ പുറത്തെ ആൾക്കാർ നിൽക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചുരുക്കം ചില സാഹചര്യങ്ങളൊക്കെ പലരുടെയും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം ഈ മനസ്സിൽ കിടക്കുന്നത് ആ ഒരു സമയത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, പണ്ടത്തെ ധാരണയൊക്കെ മാറി ആദ്യ രാത്രിയിൽ തന്നെ നിങ്ങളുടെ പ്രകടനശേഷിയൊന്നും വിലയിരുത്തുന്ന ആ ഒരു തലത്തിലേക്ക് മാറാതെ രണ്ടുപേരും തമ്മിൽ കുറച്ചേറെ സംസാരിച്ച് നല്ലൊരു സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ടായതിനു ശേഷം ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് പറ്റും. ഇനി അടുത്തുള്ള വേറൊരു പുതിയ പ്രശ്നം എന്ന് നമ്മൾ പറയുന്നത്, വിവാഹം കഴിഞ്ഞ കുറേ കാലത്തിനൊക്കെ ശേഷമുള്ള വ്യക്തികൾ, അതായത് ഒന്നുകിൽ പ്രമേഹ രോഗബാധിതരായ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടും. കൊളസ്ട്രോൾ ഹൈ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക ശേഷിയൊക്കെ ഒരു 45 വയസ്സിന് ശേഷം വരുമ്പോൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഈ ഒരു കാര്യം അടിക്കടി ആവർത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ദീർഘകാലം ഒരു ബന്ധമൊന്നും ഇല്ലാതെ ഇരുന്നതിന് ശേഷം വീണ്ടും ഈ ഒരു ബന്ധത്തിലേക്ക് കടക്കുന്ന സമയത്തും സമാനമായ ഒരു പ്രശ്നം പലരുടെയും ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തെറ്റൊന്നുമല്ല. ഇനി ശരിയാവുമോ, ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഏതെങ്കിലും ഒരു തവണ ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ തവണ ഉദ്ദേശിച്ച പോലെ സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ അങ്ങനെ ആവുമോ, നടപടി ആകാതിരിക്കുമോ, ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത മതി, നിങ്ങളുടെ ആത്മവിശ്വാസം പോവും, ഇത് മനസ്സിൽ കിടക്കും. ഇത് ഈ ചിന്തയും ടെൻഷനൊക്കെ ഇങ്ങനെ തലച്ചോറിലേക്ക് ചെല്ലും, സ്വാഭാവികമായിട്ടും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അത് പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഒരു ലോങ് ടൈം ആയിട്ട് അല്ലെങ്കിൽ പ്രവാസ ജീവിതമൊക്കെ നയിച്ചതിന് ശേഷം വീണ്ടും ബന്ധത്തിലേക്ക് വരുന്ന ആളുകൾ, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിക്കണം ആദ്യത്തെ സമയത്ത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ കീഗൽ വ്യായാമങ്ങൾ ചെയ്യുക, അതായത് പുരുഷന്മാർ അവരുടെ പെൽവിക് ഏരിയയിലേക്കുള്ള ആ ഒരു ഭാഗത്തുള്ള മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിനുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഈ ശീഘ്രസ്ഖലനം തടയാനും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുവാനുമായിട്ടും നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ പറയുവാനായിട്ട് വന്നത് എന്താണ്, പിന്നെ ഒരു തവണ നിങ്ങൾ സ്വയം ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭാര്യയോടൊത്ത് ബന്ധപ്പെടുവാനൊക്കെ ആയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയമൊക്കെ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പണിമുടക്ക്, അതുപോലെ നിങ്ങൾ ചിന്തിക്കണം, ഒത്തിരി വല്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്ത് മടുത്ത് വന്നിരിക്കുന്ന ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. ജോലിയെടുത്ത് പണിയെടുത്ത് മടുത്ത് വന്നതിന് ശേഷം ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ അതുകൂടെ അങ്ങ് ഭംഗിയായിട്ട് നടത്താം എന്നൊക്കെ വിചാരിച്ചാൽ പലപ്പോഴും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സ് എടുക്കാതിരിക്കുക, ശരീരത്തിനും മനസ്സിനും ഒക്കെ അല്പം ശാന്തത കൈവരുത്തുക. ഇല്ലെങ്കിൽ ഒരുപാട് പണിയൊന്നും എടുത്ത് മടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുതിരാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നല്ല പോലെ മദ്യപിച്ചിട്ട് വന്ന് ഇല്ലെങ്കിലും അടിക്കടി മദ്യപിക്കുന്ന ശീലമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ മദ്യപാനശീലം നിർത്തുക. ഇനി സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ കള്ളിൻ്റെ മണമായിരിക്കും, അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ മണമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ച ഏതെങ്കിലും ഫുഡിൻ്റെ സ്മെല്ല്, ബോഡി സ്മെല്ല്, അല്ലെങ്കിൽ ശരീരഭാഗത്തുനിന്നും വൃത്തിയൊന്നും ചിലപ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തൊന്നും വേണ്ട രീതിയിലൊന്നും ഹൈജീനൊന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഇതെന്നാണ് എന്നൊക്കെ ചോദിച്ചങ്ങ് ദേഷ്യപ്പെടാതെ, ഇതെന്തോന്നാണ് മനുഷ്യ, നിങ്ങൾക്കൊരു വൃത്തിക്ക് വന്നുകൂടെ, ഇതെന്നതായി കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഈ ഭാര്യമാരുടെ ഭാഗത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് തീർത്തിട്ട് പോകും, ഇങ്ങനെയൊക്കെ ചില ഡയലോഗുകൾ അറിഞ്ഞോ അറിയാതെയൊക്കെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉള്ള ഒരു പരിശ്രമം ആവശ്യമാണ് എന്നതുകൂടെ ഈ ഒരു അവസരത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും ടെൻഷനാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പരിചയമില്ലാത്ത ഒരു സ്ഥലത്തൊക്കെ ചെന്ന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പുതിയതായിട്ട് വിവാഹം കഴിച്ചു ഇന്ന് തന്നെ ഞാൻ എൻ്റെ എല്ലാ ആരോഗ്യവും കഴിവും മിടുക്കും ഒക്കെ അങ്ങ് തെളിയിക്കും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. ഇതിനൊക്കെ വേണ്ടത് സ്നേഹം, സൗഹൃദം, ഇതിനൊക്കെ ഒരു സമയമെടുത്ത് ഓരോ കാര്യങ്ങളിലേക്കും പ്രവേശിക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ 1-2 തവണ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നങ്ങ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു കാര്യം ശരിയാക്കുക എടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ അങ്ങനെയായി, അതിന് മുന്നിൽ തവണ ഇപ്പം ഇത് ശരിയാകത്തില്ലേ എന്നൊരു ആത്മവിശ്വാസക്കുറവ് പലതവണ ആവർത്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരമുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മദ്യപാനം ഒഴിവാക്കുക, ഇല്ലെങ്കിൽ പരിയില്ലാത്ത പണി മുഴുവൻ എടുത്ത് മടുത്ത് തുറഞ്ഞിരിക്കുന്ന ദിവസം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളിപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ആവശ്യത്തിന് ഉറങ്ങാനും കീഗൽ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമം ലഭിക്കുന്നതിന് നടക്കുക, സൈക്ലിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല, പരിപൂർണമായിട്ടും മാറ്റുവാനായിട്ട് കഴിയും. അതോടൊപ്പം നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ നല്ലപോലെ ഉറങ്ങണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്ന ശീലത്തിൽ നിന്ന് മാറി കുറച്ചുകൂടെ പ്രോട്ടീന് ലഭിക്കുന്ന, അല്ലെങ്കിൽ മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, മുരിങ്ങയില വളരെ പ്രധാനപ്പെട്ടതാണ്, ഡേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ, ഏത്തപ്പഴം, ഞാൻ പലതവണയും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിനും കൂടെ കൂടുതൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് മുന്നേറുന്നതിനിടയിൽ പണിമുടക്ക് നിങ്ങളെ ബാധിക്കില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.